അല്ല മഞ്ജരി എവിടെ? മഞ്ജരിക്ക് സെഡേഷനുള്ള മരുന്ന് കൊടുത്ത് അകത്ത് കിടത്തിയിരിക്കുകയാണ് മിഥുൻ. അവൾ അകത്ത് കിടക്കുന്നുണ്ട്. ഇനി ഒരു 5-10 മിനിറ്റില് കണ്ണു തുറന്നോളൂ. അവൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ കണ്ണു തുറക്കുന്നതിന് മുൻപ് ആ ഓപ്പറേഷൻ ഒന്ന് ചെയ്യണം ഡോക്ടർ. ഈ സമയത്ത് ഈ ഓപ്പറേഷൻ ചെയ്താൽ അത് അവളുടെ ജീവന് തന്നെ ആപത്താണ് സർ. ആ കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം ഡോക്ടർ. പക്ഷേ സ്വന്തം ജീവനേക്കാൾ വലുത് മിഥുന്റെ അഭിമാനമാണെന്ന് അവൾ പറയുന്നത്. തനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, മിഥുന്റെ അന്തസ്സിന് ഒരു കുഴപ്പവും സംഭവിക്കരുതെന്നാണ് പറയുന്നത്. മിഥുൻ സർ, ഇദ്ദേഹത്തോട് നിങ്ങളെങ്കിലും പറഞ്ഞു മനസ്സിലാക്ക്. ഒരു ഡോക്ടർ എന്ന നിലയിൽ അറിഞ്ഞുകൊണ്ട് തന്നെ 2 ജീവനെ നശിപ്പിക്കുന്നത് ശരിയല്ല. ഞങ്ങൾക്ക് മറ്റു ഓപ്ഷൻ ഒന്നുമില്ല ഡോക്ടർ. വേണമെന്നുണ്ടെങ്കിൽ മേഡം പറഞ്ഞ ഫോർമാലിറ്റി പേപ്പേഴ്സിൽ ഞാൻ സൈൻ ചെയ്ത് തന്നോളാം. മഞ്ജരിക്ക് എന്ത് സംഭവിച്ചാലും മേഡത്തിന് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലെന്ന് ഞാൻ എഴുതി തരാം. അത് ഞാൻ ചെയ്താൽ പോരെ? ആ പേപ്പർ ഇങ്ങ് തരൂ. എന്തായി കാണിക്കുന്നെങ്കിൽ ഇതെന്തിനുള്ള പുറപ്പെടാ? അവളുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് അവളുടെ ജീവൻ പണയം വെച്ചോണ്ടുള്ള കളിക്ക് നിൽക്കുകയാണ്. എന്താ മഞ്ജരി അങ്ങനെ കൊന്നു കളയാനാണ് അങ്കിൾ തീരുമാനിക്കുന്നേ? ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ മിഥുൻ? മഞ്ജരിയുടെ അച്ഛനും അമ്മയും മരിച്ചു പോയതിനു ശേഷം അവളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നോക്കേണ്ടത് ഞാനല്ലേ? അവളുടെ കല്യാണം നടത്തി നല്ലൊരു കുടുംബത്തിലേക്ക് വിടേണ്ടതായിരുന്നു. അതോടെ എന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിയുമെന്നാണ് കരുതി. പക്ഷേ അവൾ ഇപ്പോഴും നിന്നെ ജീവന തുല്യം സ്നേഹിക്കുക. പക്ഷെ നിനക്ക് അന്ന് മേഘനയെ കല്യാണം കഴിക്കേണ്ടി വന്നു. അത് നിന്റെ തെറ്റാണെന്ന് ഞാൻ പറയില്ല. നിന്റെ കല്യാണം കഴിഞ്ഞിട്ടും മഞ്ജരി നിന്നെ തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയായിരുന്നു. നീയും അവളെ കല്യാണം കഴിക്കണമെന്ന് പല തവണ ആഗ്രഹിച്ചതല്ലേ? 2-3 തവണ നിങ്ങളുടെ കല്യാണം അവസാന നിമിഷത്തിൽ മുടങ്ങിപ്പോയില്ലേ? അതൊന്നും നിന്റെ തെറ്റുകൊണ്ടല്ല മിഥുൻ. എന്തെങ്കിലും ഒരിക്കൽ മറ്റുള്ളവരെ എല്ലാവരെയും ഉപേക്ഷിച്ച് നീ മാത്രമാണ് അവളുടെ ലോകമെന്ന് കരുതിയാ ജീവിച്ചത്. ഇപ്പൊ പോലും മരുന്നിന്റെ മയക്കത്തിലും നിന്റെ പേര് മാത്രം അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നിന്നെ മനസ്സിലാക്കിയതിന്റെയും നിന്നെ വിശ്വസിച്ചതിന്റെയും പേരിൽ അവൾ ഒരുപാട് വേദനിക്കുന്നുണ്ട് മിഥുൻ. നിനക്ക് വേണ്ടി മാത്ര അവൾ ഇത്രയും കാലം ജീവിച്ചത്. ഇപ്പതേ കല്യാണത്തിന് മുമ്പ് തന്നെ അമ്മയായിരിക്കുന്നു. എന്നിട്ടും ഇപ്പോ എത്ര നാളായാലും ശരി നിന്നെ തന്നെ കല്യാണം കഴിക്കുമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുക. എന്നാലും അവളുടെ അവസ്ഥ ഇപ്പൊ വേറെയാണല്ലോ. നിനക്ക് അവളെ കല്യാണം കഴിക്കാനും പറ്റില്ല. അതുകൊണ്ടാ ഈ ഓപ്പറേഷൻ നടത്താൻ അവൾ തീരുമാനിച്ചത് തന്നെ. ഞാൻ പറയുന്നത് എന്തായാലും അവൾ അനുസരിക്കില്ല. അതുകൊണ്ടാ നിന്നെ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഡോക്ടർ, എന്റെ അബോർഷൻ കഴിഞ്ഞോ? ബേബി പുറത്തെടുത്തോ? ഡോക്ടർ, ഡോക്ടർ, ബേബിയെ പുറത്തെടുത്തോ? മിഥുൻ, നീ എപ്പോഴാ വന്നേ? അല്ല നിനക്ക് ശരിക്കും ഭ്രാന്താണോ മഞ്ജരി? ഇപ്പൊ അബോർഷൻ ചെയ്യുന്ന എന്തിനാ? സോറി മിഥുൻ, ഇതൊന്നും നീ ഒരിക്കലും അറിയരുതെന്നാ ഞാൻ വിചാരിച്ച. മിഥുനോട് എന്തിനാ ഇതൊക്കെ പറഞ്ഞതെങ്കിൽ അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലല്ലോ. അതാ ഞാൻ മിഥുനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. മിഥുൻ പറയുകയാണെങ്കിൽ നിന്നെ എനിക്കിനി ജീവനോടെ കാണാമല്ലോ എന്ന് കരുതി. നിന്റെ ഈ വിഷയത്തില് തീരുമാനമെടുക്കേണ്ട ആളും മിഥുൻ തന്നെയല്ലേ? മിഥുന് വെറുതെ ടെൻഷൻ ആക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലെങ്കിൽ. പാവം മിഥുൻ ഇപ്പൊ തന്നെ ഫാമിലിയുടെ മുന്നിൽ തല കുനിച്ച് നടക്കേണ്ട അവസ്ഥയായി. ഞാൻ കാരണം ആരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയായി ജീവിക്കുക. നാളെ കാര്യം മീഡിയക്കാരറിഞ്ഞ നന്ദൻ കുടുംബത്തിന്റെ അഭിമാനത്തെ അത് ബാധിക്കും. എന്ന് വെച്ച് അബോർഷൻ ചെയ്ത കുഞ്ഞിനെ കൊന്നു കളയുമ്പോ നിനക്ക് എന്തെങ്കിലും പറ്റിയാലോ? എനിക്ക് എന്നേക്കാൾ വലുത് നീ തന്നെയാണ് മിഥുൻ. നിന്റെ അന്തസ്സോ അഭിമാനോ ഒന്നും നശിക്കാൻ പാടില്ല. നമ്മൾ ഒരുപാട് പ്രണയിച്ചിരുന്നു, കല്യാണം കഴിക്കണമെന്നും ആഗ്രഹിച്ചു. എന്നാൽ ആഗ്രഹിക്കുന്നതൊന്നും നടക്കില്ലല്ലോ. ഞാൻ കാരണം മിഥുൻ ഒരിക്കലും തലകുനിക്കേണ്ട അവസ്ഥ വരരുത്. മേഘന് സഫർ ചെയ്യാൻ പാടില്ല. അവള് എന്നെ പോലൊരു സ്ത്രീ തന്നെയല്ലേ. ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ തന്നെ തീരണല്ലേ നല്ലത്.
നീ വെറുതെ പിച്ചും പേയും പറയല്ലേ മഞ്ജരി. നമ്മുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ഇതൊന്നുമല്ല. ഇതല്ലാതെ മറ്റൊരു സൊല്യൂഷനൊന്നും ഇല്ല മിഥുൻ. നിന്റെ ഭാര്യയായി നിന്നോടൊപ്പം ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ ജീവിക്കുന്നത് തന്നെ വേസ്റ്റാ. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി തന്നെ ജനിക്കും. അടുത്ത ജന്മത്തിലെങ്കിലും നമുക്ക് ഒന്നിച്ച് ജീവിക്കാം ഇത്. മോളെ മഞ്ജരി, അമേരിക്കയില് നിനക്ക് ഞാൻ നല്ലൊരു ചെറുക്കനെ കണ്ടുവച്ചിട്ടുണ്ട്. നിന്റെ ഫ്യൂച്ചർ നന്നായിരിക്കണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഇപ്പോ എല്ലാം ഇങ്ങനെ എത്തിയിരുമെന്ന് ഞാൻ കരുതിയില്ല. നിന്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു. ഇപ്പൊ നീയും അത്തരം ഒരു ദുരന്തം തന്നെ ഏറ്റുവാങ്ങാണോ? സോറി അങ്കിൾ, എനിക്ക് മരിക്കണമെന്ന് ഒരു ആഗ്രഹവും ഇല്ല. മിഥുന്റെ ഭാര്യയായി ജീവിക്കണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. മിഥുന്റെ കുട്ടികളെ എനിക്ക് പ്രസവിച്ച് വളർത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെ സംഭവിച്ച ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ പ്രാണനായി കാണുന്ന എന്റെ മിഥുന് ഞാൻ തന്നെ ഒരു വലിയ പ്രശ്നമായി മാറിപ്പോവും. അതുകൊണ്ട് എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നത് തന്നെയാ നല്ലത്. ഡോക്ടർ, എനിക്ക് എത്രയും പെട്ടെന്ന് അബോർഷൻ ചെയ്യണം പ്ലീസ്. എന്റെ പ്രശ്നത്തിന് ഇത് മാത്രം സൊല്യൂഷൻ. മഞ്ജരി, അബോർഷൻ ഒന്നും വേണ്ട. നിന്റെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് എനിക്കറിയാം. Come on, Chucky, come on! Wow! Come on, Chucky, come on! ഞാൻ തന്നെ ജയിച്ചു. കൺഗ്രാറ്റുലേഷൻസ്. Congratulations, Chucky! റണ്ണിംഗ് കോമ്പറ്റീഷനിൽ ഞാൻ ജയിച്ചു, മ്യൂസിക്കൽ ചെയറിൽ നീയും ജയിച്ചു. രണ്ടുപേർക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടിയല്ലോ. ചാരി ഇവിടെ പോയി വിവേക്? ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ ഏട്ടത്തി. എന്താ ചെറിയച്ഛ ഇത്? ചെറിയമ്മയുണ്ടെങ്കിൽ ചെറിയച്ഛനില്ല, ചെറിയച്ഛനുണ്ടെങ്കിൽ ചെറിയമ്മയും ഇല്ല. അതെ ചെറിയച്ഛ, നിങ്ങൾ ഞങ്ങളുടെ ഗെയിം കാണാൻ വന്നതല്ലേ, എന്നിട്ട് ചെറിയമ്മ എവിടെ പോയി? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ പോയി നോക്കിയിട്ട് വരാം. നീ വേഗം പോയിട്ട് വാ. ഗെയിംസ് എല്ലാം കഴിഞ്ഞല്ലോ, നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോവാം. ശരി ഏട്ടത്തി. എന്താ കുട്ടി പറയുന്നേ? അതെ ഡോക്ടർ, വിവേക് എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു. കുറച്ചു മുൻപല്ലേ ഭാര്യയൊന്നും അറിയിക്കരുതെന്ന് വിവേക് പറഞ്ഞത്? നിങ്ങളുടെ ഭർത്താവ് എന്താ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങൾ സംസാരിച്ചതെല്ലാം പറഞ്ഞു ഡോക്ടർ. എന്തിനാ ഡോക്ടർ എന്റെ അടുത്തുനിന്ന് ഇത്രയും വലിയ സത്യം മറച്ചു പിടിച്ചത്? ഞാൻ വിഷമിക്കുന്നു വിചാരിച്ചിട്ടാണോ? അതങ്ങനെയല്ല മോളെ. നിങ്ങളൊരു ഡോക്ടറാണ്, ഒരിക്കലും പേഷ്യൻസിനോട് കള്ളം പറയാൻ പാടില്ല. ഇപ്പോഴെങ്കിലും ഡോക്ടർ ആ സത്യങ്ങൾ പറയണം. എന്റെ ഭർത്താവ് എന്നോട് സത്യങ്ങൾ മുഴുവനും പറഞ്ഞു. ഇനിയും ഡോക്ടർ സത്യം മറച്ചു പിടിച്ചിട്ട് കാര്യമല്ല. ഡോക്ടർ പറയുന്നത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. പറയൂ ഡോക്ടർ, പ്രശ്നം ആർക്കാണ്? അദ്ദേഹത്തിനാണോ അതോ എനിക്കാണോ? പ്രശ്നം എനിക്കായിട്ടും അദ്ദേഹത്തിനാണെന്ന് എന്തിനാ കള്ളം പറഞ്ഞ്? ആ ടാബ്ലറ്റ്സ് എനിക്കുള്ളതല്ലേ? സത്യം പറയൂ. ചാരു, നീ ഇവിടെ നിൽക്കായിരുന്നോ? നമ്മുടെ ചക്കി മ്യൂസിക്കൽ ചെയർ ഗെയിമിൽ വിജയിച്ചു. അല്ല, ഡോക്ടറുമായിട്ട് നീ എന്താ സംസാരിക്കുന്നേ? ഡോക്ടർ എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു വിവേക്. അതിനിപ്പോ ഡോക്ടർ എന്ത് സത്യം പറയാനാ? പ്രശ്നം എനിക്കാണെന്ന് പറഞ്ഞു കാണും. രണ്ടുപേരും മരുന്ന് കഴിക്കണമെന്ന് അന്ന് പറഞ്ഞ പോലെ ഇന്നും പറഞ്ഞു കാണും. അങ്ങനെയല്ലേ ഡോക്ടർ? അതെ കുട്ടി, പ്രശ്നം നിങ്ങളുടെ ഭർത്താവിന് തന്നെയാ. നിങ്ങൾ എത്ര തവണ ചോദിച്ചാലും ആ സത്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ആദ്യം മരുന്ന് കഴിക്കാൻ നോക്ക്. അതുവരെ ആവശ്യമില്ലാത്ത സംശയങ്ങളൊന്നും വേണ്ട. ഡോക്ടർ പറയുന്നത് സത്യമാണോ? ഞാനൊരു ഡോക്ടറല്ലേ കുട്ടി, എന്തിനാ കള്ളം പറയുന്നത്? ചാരു, അവിടെ കുട്ടികളും ഏട്ടത്തെയും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ. ഒന്ന് അങ്ങോട്ടേക്ക് ചെന്നേ. താങ്ക് യു ഡോക്ടർ.
അവളോട് ഡോക്ടർ സത്യം പറയുന്നത് കരുതി ഞാൻ ശരിക്കും ടെൻഷനായി പോയി. കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞു പോയേനെ. കൃത്യസമയത്താണ് നിങ്ങൾ വന്നത്. ചാരു ഒരിക്കലും ഈ സത്യങ്ങൾ അറിയാൻ പാടില്ല ഡോക്ടർ. അവൾ എത്ര ചോദിച്ചാലും ഡോക്ടർ ഒന്നും പറയരുത്. ആ കുട്ടി സത്യം അറിയരുതെന്ന വിവേക് ആഗ്രഹിക്കുന്നത്. സത്യം അറിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നോർത്താ എന്റെ ടെൻഷൻ മുഴുവനും. എന്താണെങ്കിലും ശരി, ഒന്ന് കെയർഫുൾ ആയിരിക്കണം വിവേക്. വിഷയം കുറച്ച് സെൻസിറ്റീവ് ആണല്ലോ. ഷുവർ ഡോക്ടർ, താങ്ക് യു. എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടെ. കൺഗ്രാറ്റ്സ് ഷക്കി, ഗെയിമിൽ നീ ജയിച്ചു അല്ലേ? താങ്ക് യു ചെറിയമ്മേ. നീ എവിടെ പോയിരിക്കായിരുന്നു? വിവേക് നിന്നെ തിരക്കി വന്നിട്ടുണ്ട്. അറിയുന്ന ഒരാളെ കണ്ടിട്ട് സംസാരിച്ച് നിൽക്കായിരുന്നു. ചക്കി ജയിച്ചു എന്ന് വിവേക് എന്നോട് പറഞ്ഞേ. എന്നാ ഇറങ്ങിയാലോ ഏട്ടത്തി? അമ്മേ, അച്ഛൻ വീട്ടിലേക്ക് വന്നു കാണോ? അച്ഛനിപ്പോ എന്തായാലും വീട്ടിലെത്തിക്കാണും. നമുക്ക് പോവാം. ശരി. മിഥുനേട്ടൻ എങ്ങോട്ടായിരിക്കും പോയത്? മഞ്ജരിയുടെ അടുത്തേക്കായിരിക്കും പോയിരിക്കുന്നത്. മഞ്ജരി അടുത്തത് എന്തായിരിക്കും പ്ലാൻ ചെയ്യുന്നത്? ഇതിന് എന്ത് സൊല്യൂഷൻ ഉണ്ടെന്നാ മിഥുൻ പറയുന്നത്? മഞ്ജരിയെ ദൂരേക്ക് എവിടേക്കെങ്കിലും മാറ്റാനുള്ള പരിപാടിയാണോ? അതോ നിന്റെ കമ്പനിയിലെ CEO പോസ്റ്റ് കൊടുത്ത് അവിടെ ഇരുത്താനാണോ? എന്ത് ചെയ്യാനാ ഇപ്പൊ ഉദ്ദേശിക്കുന്നത്? ന്യായം നടത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ന്യായമോ? അതെ, ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ ന്യായം തന്നെയാണ്. നമുക്ക് കല്യാണം കഴിക്കാം. മിഥുൻ, ആവേശത്തിന്റെ പുറത്തെടുത്ത തീരുമാനമൊന്നും അല്ലല്ലോ. അല്ല, നന്നായി ആലോചിച്ചിട്ട് തന്നെയാ പറയുന്നത്. ഞാൻ മഞ്ജരിയോട് ഇനിയും നീതികേട് കാണിക്കില്ല. അത് വേണ്ട മിഥുൻ. ഇത് വീട്ടിലറിയാണെങ്കിൽ അവരാരും സമ്മതിക്കില്ല. മേഘനെ സമ്മതിക്കില്ലെന്ന് ഉറപ്പാ. ആവശ്യമില്ലാത്ത ഫാമിലിയിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ. ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ വിഷമിക്കണ്ട. അപ്പോ മഞ്ജരിയെ രഹസ്യമായി വിവാഹം കഴിച്ച് ഫാമിലിയിൽ ആരും അറിയാതെ വേറെ എവിടെയെങ്കിലും താമസിപ്പിക്കാൻ വേണ്ടിയാണോ? അല്ലെങ്കിലേ, എന്റെ അച്ഛനോടും മേഘനയോടും വീട്ടിലെല്ലാവരോടും പറഞ്ഞിട്ട് ഞാനിത് ചെയ്യൂ. ഇവളെന്റെ ഭാര്യയായി എന്റെ വീട്ടിൽ തന്നെ ഉണ്ടാവും. അതൊന്നും വേണ്ട മിഥുൻ. എനിക്കൊരു നീതിയും വേണ്ട. പലതവണ പല സാഹചര്യത്തിലും മുടങ്ങിയത് നമ്മുടെ കല്യാണം. കഴുത്തിന് നേരെ നീട്ടിയ താലി പലതവണ തിരിഞ്ഞുപോയി. ഈ തവണ അങ്ങനെയൊന്നും സംഭവിക്കില്ല മഞ്ജരി. ഉറപ്പായിട്ടും നമ്മുടെ കല്യാണം നടന്നിരിക്കും. മേഘനയ്ക്ക് ഇതൊന്നും സഹിക്കാൻ കഴിയില്ല മിഥുൻ. കുട്ടികൾക്കും എന്തെങ്കിലും വിഷയം ഉണ്ടാവും. ഫാമിലിയിൽ ആരും പിന്നെ നിനക്ക് ഒരു വിലയും തന്നു വരില്ല. സമൂഹം നിന്നെ കളിയാക്കി ചിരിച്ചെന്ന് വരും. ഇനി മീഡിയക്കാരറിഞ്ഞാലോ അവര് നിന്നെ തൊലി ഉരിഞ്ഞെടുക്കും. ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഫാമിലിയോടും പറഞ്ഞ് മനസ്സിലാക്കണം. കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾക്കും എല്ലാം മനസ്സിലായിക്കോളും. പിന്നെ ഈ പബ്ലിക്കും മീഡിയ ഒക്കെ അതെനിക്ക് പ്രശ്നമല്ല. നീ ഇത് നന്നായിട്ട് ആലോചിച്ചിട്ടാണോ മിഥുൻ? ആഘോഷം തന്നെയായിരിക്കും നല്ലത്. ഞാൻ കാരണം എന്തിനാ വെറുതെ എല്ലാവരും വിഷമിക്കുന്നത്? ഈ വേദനയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് സഹിച്ചോളാം. നീ അങ്ങനെ ഇത് ഒറ്റയ്ക്ക് സഹിക്കേണ്ട കാര്യം എന്താ മഞ്ജരി? ഞാൻ ചെയ്ത തെറ്റിന് നീ എന്തിനാ ശിക്ഷ അനുഭവിക്കുന്നേ? എന്റെ അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടി നീ എന്തിനാ നിന്റെ ജീവിതം ബലി കൊടുക്കുന്നേ? എനിക്ക് വേണ്ടി നീ ഇത്രയധികം ചിന്തിക്കുന്ന സമയത്ത് നിന്റെ ഭാവിക്ക് വേണ്ടി ഞാൻ ചിന്തിക്കേണ്ടത് ആവശ്യമല്ലേ? എനിക്ക് വേണ്ടി ജീവൻ കളയാൻ പോലും നിനക്കിപ്പം മടിയില്ല. ആ സ്നേഹം ഇനിയും ഞാൻ കാണാതെ പോകരുത്. അതുപോലെ തന്നെ നീ മേഘനയോട് നീതികേടൊന്നും കാണിക്കാൻ പാടില്ലല്ലോ മിഥുൻ. നിങ്ങൾ രണ്ടുപേരോടും എനിക്കത് ചെയ്യാൻ കഴിയില്ല. അത് മനസ്സിലാക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. മേഘനെ അത് മനസ്സിലാക്കുന്നു തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ മേഘന ഇത് മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിലോ? മിഥുന്റെ അച്ഛൻ ഇതിനൊന്നും സമ്മതിച്ചില്ലെങ്കിലോ? ഫാമിലി മുഴുവൻ മിഥുന്റെ ഈ തീരുമാനത്തെ എതിർത്താലോ?
അപ്പൊ നീ എന്ത് ചെയ്യും മിഥുൻ? അത് ശരിയാ മിഥുൻ. ഈ പറയുന്നതൊന്നും അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഒരുപാട് തടസ്സങ്ങൾ തരണം ചെയ്യേണ്ടി വരും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനത് കെയർ ചെയ്യുന്നില്ല. ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. നീ ഈ തീരുമാനം ഒരിക്കൽ കൂടി ഒന്ന് ആലോചിച്ച് നോക്കും മിഥുൻ. വെറുതെ എടുത്തു ചാടരുത്. ഇതുവരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല മഞ്ജരി. നമുക്കിടയിൽ അങ്ങനെ ഉണ്ടായപ്പോൾ തന്നെ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടതായിരുന്നു. അന്നത് ഞാൻ ചെയ്തില്ല. ഇനി അത് വെച്ച് വൈകിപ്പിക്കേണ്ട കാര്യമില്ല. എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ഈ തീരുമാനം അറിയിക്കാൻ പോവാം. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. മിഥുൻ, ഇപ്പൊ നീ കയ്യിൽ പിടിച്ചിരിക്കുന്നത് നാളെ കൈവിടാൻ വേണ്ടിയല്ലല്ലോ. മഞ്ജരിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുമല്ലോ അല്ലേ? ന്യായം നടപ്പിലാക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. വാ മഞ്ജരി. എന്താ പണിക്കരെ അങ്ങീ പറയുന്നത്? പറയുന്നത് മനസ്സിലാക്കാൻ കുറച്ച് പാടായിരിക്കും. മിഥുന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. മാറ്റമോ? എന്ന് വെച്ചാ അവന് വീണ്ടും എന്തെങ്കിലും ആപത്തുണ്ടാകുമെന്നാണോ? ജീവനാണ് എപ്പോഴും ആപത്തുണ്ടാകുന്നത്. പക്ഷെ ഇത്തവണ സംഭവിക്കാൻ പോകുന്നത് ജീവൻ എടുക്കുന്ന ആപത്തല്ല, ജീവിതാവസാനം വരെ കഷ്ടത അനുഭവിക്കും. ജീവിതാവസാനം വരെ അവൻ കഷ്ടത അനുഭവിക്കുന്നു എന്ന് വെച്ചാ കല്യാണമാണോ? അതെ, കല്യാണം തന്നെ. മിഥുന്റെ ജീവിതത്തിൽ ഒരു കല്യാണത്തിനോട് സാധ്യതയുണ്ട്. മേഘന ഉള്ളപ്പോ മിഥുൻ വേറൊരു പെൺകുട്ടിയെ വീണ്ടും താലി കെട്ടുമെന്നാണോ? അതെങ്ങനെ നടക്കുന്ന പണിക്കരെ പറയുന്നേ? തീർച്ചയായും സംഭവിക്കും. ഇല്ല ഭാർഗവ പണിക്കരെ, മേഘന അതിനൊരിക്കലും സമ്മതിക്കില്ല. കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാത്. കുടുംബം തന്നെ ശിഥിലമായി പോവില്ലേ? അതുകൊണ്ടാ ഇതൊരാപത്താണെന്ന് ഞാൻ പറഞ്ഞത്. മറ്റെല്ലാം മേഘനയുടെ ഭാഗ്യം പോലെ ഇരിക്കും. വേറൊരു കുട്ടിയുമായിട്ടുള്ള വിവാഹം 3 ദിവസത്തിനകം നടക്കുമെന്നാ കാണുന്നത്. പക്ഷേ ഇത്തവണ അത് തടയാൻ യാതൊരു മാർഗവും ഉണ്ടാവില്ല. മേഘനയുടെ ജീവിതം കാർമേഘം കൊണ്ട് മൂടാൻ പോകുന്നു. ഇത് പറയാൻ വേണ്ടിയാ വിളിപ്പിച്ചത്. ഇക്കാര്യം നേരത്തെ തന്നെ മേഘനയെ ഒന്ന് അറിയിക്കണം. മേഘനയുടെ അനിയത്തിയുടെ ജീവിതത്തിലും ഒരാപത്ത് കാത്തിരിക്കുന്നുണ്ട്. ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും നിങ്ങളുടെ കുടുംബം തട്ടിത്തെറിച്ച് ശിഥിലമാകാൻ പോവുകയാണ്. ഇതിനുള്ള പരിഹാരം എന്റെ കൈകളിലില്ല. അതിന് ഈശ്വരൻ തന്നെ വിചാരിക്കണം. വല്യമ്മേ, ആ ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കാം. നിക്കും മോളെ. പുറത്തു പോയ മിഥുനും ഇതുവരെ വന്നില്ല. എന്റെ അനിയനും വന്നില്ല. ആ മഞ്ജരിയും വന്നില്ല. മഞ്ജരി അവളുടെ അങ്കിളിന്റെ വീട്ടിലേക്ക് പോയിരിക്കല്ലേ വല്യമ്മേ. മിഥുനേട്ടൻ എന്തോ അത്യാവശ്യ ജോലിക്കായിട്ട് പോയതാ. അച്ഛൻ സാധാരണ ഈ സമയത്ത് വീട്ടിലേക്ക് എത്തേണ്ടതാണല്ലോ. ഇന്ന് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. വല്യമ്മ വന്ന് ഞാൻ വിളമ്പിത്തരാം. അങ്ങനെ അല്ല മോളെ. വന്നിരിക്ക് വല്യമ്മേ, വരൂ. നീയും കഴിക്കും മോളെ. ഇപ്പൊ വേണ്ട വല്യമ്മേ. മിഥുനേട്ടനും അച്ഛനൊക്കെ വന്നിട്ട് അവർക്ക് എല്ലാവർക്കും കൊടുത്തിട്ട് ഞാൻ കഴിച്ചോളാം. നീ ഇപ്പോഴും പണ്ടത്തെ കാലത്തെ കുടുംബിനികളെ പോലെ തന്നെയാ. മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കാത്ത ഈ കാലത്ത് നീ നിന്റെ അമ്മായിയച്ഛനെ എന്നെ നോക്കുന്നുണ്ടല്ലോ മോളെ. ഇന്നത്തെ കാലത്ത് നിന്നെ പോലത്തെ പെൺകുട്ടികള് 1,00,000 പോലും ഉണ്ടാവില്ല മോളെ. അച്ഛൻ വന്നല്ലോ. അച്ഛനെന്താ ഇത്രയും താമസിച്ചേ? വന്ന് ആഹാരം കഴിച്ചേ. ഇപ്പൊ വേണ്ട മോളെ, എനിക്ക് തീരെ വിശപ്പില്ല. വിശപ്പില്ലാതാവാൻ എന്താ ഉണ്ടായേ? എന്നും ആഹാരം കഴിച്ചിട്ടല്ലേ നീ ഉറങ്ങാറുള്ളൂ? പാവം, നീ വന്നിട്ട് കഴിക്കാന്നും പറഞ്ഞ് മേഘന കാത്തിരിക്കുകയായിരുന്നു.
എന്തു പറ്റിയ ഇങ്ങനെ ഇരിക്കുന്നേ? ഏയ് ഒന്നുമില്ല മോളെ. ഇന്ന് കുട്ടികൾ കോമ്പറ്റീഷനിലെല്ലാം ജയിച്ചു. എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. എല്ലാവരുടെയും സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന നിനക്ക് ഒരിക്കലും സന്തോഷിക്കാനുള്ള അവസരം ദൈവം തരുന്നില്ലല്ലോ.